ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ നാട്ടിലേക്ക് പോന്നു. അപ്പോൾ പാപ്പുവിനെ കൊണ്ട് ഒരു ചെറിയ ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. കൂടെ പാപ്പുവിന് ഒരു ഓണക്കോടി എടുക്കാനും പ്ലാനുണ്ട്. അങ്ങനെ നമ്മൾ പോവാണ്. സ്റ്റുഡിയോയിൽ 299 കളക്ഷൻസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ അമ്മയ്ക്കൊരു ഓണക്കോടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയ്ക്കൊരു ഓണക്കോടി എടുത്തു. പിന്നെ എനിക്കൊരു ടോപ്പ് ട്രയൽ ചെയ്തു. അതിൻ്റെ കഴുത്ത് കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് അത് എടുത്തില്ല. ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പോയതുകൊണ്ട് ഇതിൻ്റെ ക്യാരി ബാഗ് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പാപ്പുവിനും കൂടി ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സ് എടുക്കുകയാണ്. പിന്നെ കുറച്ച് ഡ്രസ്സ് വീട്ടിൽ റെഗുലറായിട്ട് ഇടാനായിട്ട് അങ്ങനെ കുറച്ച് വാങ്ങി. അങ്ങനെ നമ്മൾ ബില്ലിംഗ് ഭാരവുമായി ബില്ലിങ്ങിലേക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവാണ്. ലിപ്സ്റ്റിക്ക് വാങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുത്തെ കളക്ഷൻസ് കണ്ടിട്ട് അങ്ങനെ ക്വാളിറ്റി തോന്നിയില്ല. അങ്ങനെ നമ്മൾ ആ പോയിന്റിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും പാപ്പുവിൻ്റെ ഏകദേശം ക്ഷമൊക്കെ കെട്ടു. ഒന്നുകൂടി പാപ്പ പിന്നെ ഭയങ്കര അലമ്പായി. എന്നെയൊക്കെ ചവിട്ടാനൊക്കെ തുടങ്ങി. പാപ്പു വിശന്നിട്ട് ഭയങ്കര കലിപ്പിലായിരുന്നു. അങ്ങനെ നമ്മളൊരു വെജ് ബിരിയാണി ഓർഡർ ചെയ്തു. ഈ ഹോട്ടലൊക്കെ നമുക്ക് കുറേ നൊസ്റ്റാൾജി തരുന്ന ഒരു ഹോട്ടലായിട്ടാണ്. ഞാൻ ഒരു 8-9 പഠിക്കുമ്പോൾ ഈ ഒരു ഹോട്ടലിൽ വന്ന് ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ വെജ് ബിരിയാണി വന്നു. അടിപൊളി ബിരിയാണിയായിരുന്നു. എല്ലാ പച്ചക്കറികളും എല്ലാം കൂടി ചേർന്ന് ഒരു ചിക്കനോ അല്ലെങ്കിൽ ബീഫോ മീറ്റ്സ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവായിട്ട് നമുക്ക് തോന്നിയില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ബിരിയാണി.
കഴിഞ്ഞ് നമ്മൾ നേരെ പാപ്പുവിനെയും കൊണ്ട് വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള നെഹ്റു പാർക്കിൽ പോയി. അവിടെ കുറച്ച് നേരം ചിലവഴിച്ചു. നമ്മൾ നാട്ടിലേക്കൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ പാപ്പുവിനെയും കൊണ്ട് ഒരു 3-4-5 മണിക്കൂർ നമ്മൾ ഈ പാർക്കിൽ ആ തണുപ്പത്ത് ഇങ്ങനെ വന്നിരിക്കും. നല്ല അടിപൊളി സ്ഥലം. എന്തേ അവിടെ കയറ്. അതെയാ, വെള്ളണ്ടോ? സ്വപ്ന? എന്ത് സ്വപ്നം? പോണോന്നിങ്ങനെ വിചാരിച്ച സ്വപ്നത്തില്? അന്നപ്പൊക്കെ നമ്മളിപ്പോ പാർക്കിലെത്തിയല്ലോ. നമ്മളിപ്പോ പാർക്കിലാണല്ലോ. അപ്പൊ പോയി കളിക്ക്. ഓക്കെ. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്ന് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും പാപ്പു എന്തെങ്കിലും ഒരു സാധനം അവിടെ നിന്ന് വാങ്ങും. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറവുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.